പിള്ളാരെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. நான் இப்பவும் சொல்றேன், சித்து அப்படியெல்லாம் செய்ய மாட்டான். ഞാനേ ഇവിടെ കുറെ നേരം കൊണ്ട് സഹിക്കുക. എന്താ നിന്റെ പ്രശ്നം? നീ പോയിട്ടല്ല, നിന്നെ യാരെ അടുത്ത് പോയി ചൂടാവും. ഇനി എന്റെ ആ പാവം പെൺകുച്ചിനെ കുറിച്ച് വല്ലതും പറഞ്ഞുണ്ടല്ലോ. മരുഭൂമിയിലെ വേനലിൽ സിദ്ധുവിന്റെ ഹൃദയത്തിൽ പെയ്ത മഴയാണ് യാർ. സിദ്ധു യാറ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒട്ടകത്തിന്റെ പേര് പോലും ആയിരിക്കും ഈ യാറ എന്ന് പറയുന്നത്. ദുബായിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എന്തോ ഹെൽപ്പ് കൊടുത്തതൊക്കെ പറയുന്നുണ്ട്. യാറ എന്ന് പറയുമ്പോൾ ഈ ഒരു ഒട്ടകത്തിന്റെ കേസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലച്ചു നല്ല രീതിയിൽ അത് കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴേ സിദ്ധു നൈസായിട്ട് ഒന്ന് പൊക്കിക്കൊണ്ട് പോയായിരിക്കും. അല്ലാതെ സിദ്ധുവിന് അവിടെ വേറെ കാമുകിയൊന്നും കാണത്തില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ പാവം ലച്ചുവിനെ കരയിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. കാരണം ലച്ചുവിനെ കരയിക്കേണ്ടിയിരുന്നില്ല. ആ ഒരു എഡ്ജിലൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ പറയായിരുന്നു സിദ്ധുവിന്. പക്ഷെ എന്തായാലും രസകരമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഒരു കോമഡി പരിപാടി വരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിലും ലച്ചു കരയുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടാണ് ഈ എപ്പിസോഡിലും ലച്ചു കരയുന്നുണ്ട്. പാവത്തിന് നല്ല രീതിയിൽ ഹർട്ടാക്കുന്നുണ്ട് സിദ്ധു. എന്തായാലും ലാസ്റ്റിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു റൊമാൻസും കോമഡിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലച്ചു ഓക്കെ ആവാനാണ് സാധ്യത. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്നുള്ള